നമുക്ക് ചുറ്റുഭാഗത്തും ജീവിക്കുന്ന മനുഷ്യരെ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അവരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഒരു വിജയം ഉണ്ടാവുക, എങ്ങനെയാണ് പുതിയൊരു റിസൾട്ട് ഉണ്ടാക്കുക. അതേ ചിന്തയാണ് ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്. നമുക്ക് ഒരുപാട് പേർക്ക് ഉള്ളൊരു ചിന്തയാണ് നമ്മുടെ ലൈഫ് മാറണം, അതിൽ നല്ല മാറ്റം സംഭവിച്ച് പുതിയ വിജയങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ. അതേപോലെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യരും അതൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമുക്കുള്ളിൽ പുതിയ റിസൾട്ടുകൾ ഉണ്ടാകുന്നില്ല, പുതിയ വിജയങ്ങൾ ഉണ്ടാകുന്നില്ല? നാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം അഥവാ വിജയം ഉണ്ടാവൂ എന്നാണ് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച ഒരു കാര്യം. പക്ഷേ അങ്ങനെയല്ല. നമുക്കുള്ളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എത്തുക? എന്താണ് ബാക്കിയുള്ളവരൊക്കെ ചെയ്തത്? അവരൊക്കെ ചെയ്ത ടെക്നിക്കുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ്. അങ്ങനെയാണ് അവരൊക്കെ വിജയത്തിലേക്ക് എത്തിയത്. ഈ വിജയിച്ചവരെയൊക്കെ നോക്കിക്കോ, അവരൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. പക്ഷേ അവരൊക്കെ മാറിയത് എവിടെയാണ്? ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കടക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് വലിയ വലിയ ഇമ്പാക്റ്റുകൾ, വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഞാൻ പറയട്ടെ, നിങ്ങൾ പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യേണ്ട. പുതിയ ഒരു കാര്യങ്ങളും നിങ്ങളെ ലൈഫിൽ ചെയ്യേണ്ടതില്ല. നിങ്ങൾ എന്താണോ ഓരോ ദിവസവും ലൈഫിൽ ചെയ്യുന്നത് ആ കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി. പക്ഷേ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെങ്ങനെ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ആ കാര്യം എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാം എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റത് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടായിരിക്കും, അല്ലെ എന്ത് ചെയ്യണം എന്നൊന്നും തിരിയാതെ, അല്ലെങ്കിൽ ജോലിക്ക് പോകണം എന്നുള്ള ഒരു ഫ്രസ്ട്രേഷനിലായിരിക്കും. ഇന്ന് കുട്ടികളൊക്കെ എഴുന്നേറ്റത് സ്കൂളിൽ പോകണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് എന്ത് ചെയ്യണം എന്നറിയാതെ അഥവാ വളരെയുള്ള ഒരു ഫ്രസ്ട്രേഷനിലായിരിക്കും ഇന്ന് പലരും എഴുന്നേറ്റത്. അപ്പൊ നമ്മളവിടെ ചിന്തിക്കേണ്ടത്, ഇതെങ്ങനെ ഈ എൻ്റെ രാവിലത്തെ എഴുന്നേൽക്കൽ എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടി ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയിൽ എഴുന്നേൽക്കാം. ഇന്ന് ഒരുപാട് മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെ ആ ടൈം എങ്ങനെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഏത് കാര്യവും എങ്ങനെ കുറച്ച് പ്രൊഡക്റ്റീവ് ആവാം, കുറച്ച് സ്ട്രോങ് ആവാം, കുറച്ച് പവർഫുൾ ആവാം, എങ്ങനെ അതൊരു പോസിറ്റീവ് ആക്കാം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇന്ന് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടാവും, അത് കുറച്ചുകൂടി സന്തോഷകരമാക്കാം, എങ്ങനെ കുറച്ചുകൂടി സമാധാനപരമാക്കാം. ഇന്ന് ചെയ്ത ജോലികൾ ഇനി ആ ജോലിയിൽ തന്നെ എൻ്റെ കഴിവ് എങ്ങനെ കൂട്ടാം എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്തതുകൊണ്ട് ലൈഫിൽ ഒരിക്കലും പുതിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, പുതിയ റിസൾട്ടുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവൂ, എന്തെങ്കിലുമൊക്കെ റിസൾട്ടുകൾ ഉണ്ടാവൂ. നിങ്ങളെക്കാൾ ഒരു മികച്ച രീതിയിലായിരിക്കും നമ്മളെക്കാൾ മുന്നിൽ നടക്കുന്നവൻ ചെയ്യുന്നത്. അത് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ഫുട്ബോൾ കളിക്കുന്നവരായിരിക്കും, അവൻ നമ്മളെക്കാൾ കൂടുതൽ ഫുട്ബോൾ കളിക്കുന്നവൻ എന്താ ചെയ്തത്? നമ്മുടേക്കാൾ കുറച്ചധികം സ്കിൽ അവർ കൂടുതലായിരിക്കും. അത് തന്നെയാണ്. അത് നിനക്കും പറ്റും, നിങ്ങൾക്കും അത് പറ്റും. നിങ്ങൾ ചെയ്യുന്ന ആ കളി എല്ലാ ദിവസവും വൈകുന്നേരം കളിച്ചാൽ പോരാ. ആ കളിയിൽ ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ, എൻ്റെ കളിയിൽ എന്ത് മാറ്റം കൊണ്ടുവരാം. അല്ലാതെ വെറുതെ അങ്ങ് പോയി കളിച്ച് തിരിച്ചു വരിക എന്നുള്ളതല്ല. ഇന്ന് പോയ ആ കളിയിൽ, ഇന്ന് പോയത് കൊണ്ട് എന്ത് മാറ്റമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയത്? ഇന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചില്ലേ, ആ ഭക്ഷണം എങ്ങനെ എൻ്റെ ആരോഗ്യത്തിന് എന്തൊക്കെ കാര്യമുണ്ടായി, ഉപകാരമുണ്ടായി എന്നാണ് ചിന്തിക്കേണ്ടത്. ഇന്നത്തെ ഭക്ഷണം എങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം, എങ്ങനെ എൻ്റെ ഹെൽത്തിന് ആവശ്യമായതാക്കാം എന്നുള്ള ചിന്തകളാണ് വേണ്ടത്. നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം, പുതിയ കാര്യങ്ങൾ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാ ദിവസവും ചെയ്യുന്ന ഓരോ കാര്യവും എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം, പോസിറ്റീവ് ആക്കാം. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് റിസൾട്ടുകൾ കാണും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.